ഹലോ ഗൈസ്, ഇവിടെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില സിറ്റുവേഷൻസ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ജനറൽ റീഡിംഗ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു സമയം നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ റീഡിങ്. അപ്പം നമ്മൾ പൈലോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല, ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ്. യെസ്, ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റാതെ ചില ആൾക്കാരുടെ കയ്യിൽ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം ചില ആൾക്കാരുടെ ഒരു മൂഡ് സ്വിങ്സ് ക്യാരക്ടർ, ഒരു മൂഡ് സ്വിങ്സ് സിറ്റുവേഷൻസ്, ചില തകിടം മറിച്ചിൽ, അതായത് ലൈഫ് നല്ല രീതിക്ക് ഹാപ്പിനെസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു അടി വരികയും പെട്ടെന്നൊരു നെഗറ്റീവിലോട്ട് പോവുകയും വരുന്നൊരു സിറ്റുവേഷൻസ്, ചില ആൾക്കാരുടെ ലൈഫിൽ ഒരു മൂകമായിട്ടുള്ള സിറ്റുവേഷൻസ്, യൂണിവേഴ്സലായിട്ട് അല്ലെങ്കിൽ ആരാധിക്കുന്ന ദൈവം പോലും വിളി കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയം. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞുതരാം. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, ജോലിയിലായാലും കരിയർ റിലേറ്റഡ് ആയാലും എല്ലാം ഒരു വിഷമമായിട്ടുള്ള സിറ്റുവേഷൻസ്, അങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നറിയാൻ പറ്റുന്നത്. ഒരു തളർച്ച, ഒരു വിഷമം, ഒരു പെയിൻ, എനർജി ലോസിങ്, അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻസ് ആയിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഒരുപാട് ആൾക്കാർ ജോലി റിസൈൻ ചെയ്യാൻ നിൽക്കുന്നു, ഒരുപാട് ആൾക്കാർ പുതിയ ജോലിയിലോട്ട് കയറി കഴിഞ്ഞു, ഒരുപാട് ആൾക്കാരുടെ പാത്ത് മാറിക്കഴിഞ്ഞു, ഒരുപാട് ആൾക്കാർ ഡിസിഷൻ എടുക്കാൻ നിൽക്കുന്നു, വേറെന്തോ സംഭവത്തിലോട്ട് പോകാൻ നിൽക്കുന്നു. നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് കയറിയ ചില സംഭവങ്ങൾ നിങ്ങൾക്ക് നല്ലതല്ലാതെ മാറുകയും നല്ലതല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സംഭവം നിങ്ങൾക്ക് നല്ലതായി മാറുകയും ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ആയിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. പഠിത്തം സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ചില പിള്ളേരെ സംബന്ധിച്ച്, ചില ആൾക്കാരെ സംബന്ധിച്ച് വഴി വേറെ രീതിയിലോട്ട് പോവുകയും ജോലി പഠിത്ത സംബന്ധമായിട്ട് അതിന് താല്പര്യമില്ലാതെ തോന്നുകയും അങ്ങനെയൊക്കെ കുറച്ചധികം സിറ്റുവേഷൻസ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇവിടെ എന്തുകൊണ്ടിങ്ങനെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ചോദ്യം. എന്തുകൊണ്ടിങ്ങനെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വാശിയുണ്ട്, ഡിസിഷൻ എടുക്കണം, എവിടെയും തോറ്റു കൊടുക്കാൻ ഉള്ള മനസ്സൊന്നും ഇല്ല. എങ്കിൽ പോലും എന്താ പറയുക, ഒരു രാജാവാണ് ഞാൻ, എനിക്ക് ജീവിക്കണം, അല്ലെങ്കിൽ ലൈഫ് നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, ഒരുപാട് പ്രശ്നങ്ങളും ഇഷ്യൂസും വന്നു എന്നുണ്ടെങ്കിൽ പോലും എനിക്കിത് തരണം ചെയ്ത് പോകണം എന്നൊരാഗ്രഹവും കൂടെ ഈ വ്യക്തിക്കുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരെയും കൂടെ ചേർക്കാൻ പറ്റിയൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഈ സമയം നിങ്ങൾക്ക് ആരെയും ലൈഫിൽ അടുപ്പിക്കാൻ പറ്റിയൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു കാലചക്രം മാറിക്കറങ്ങുന്നതിനനുസരിച്ച് മനുഷ്യനുണ്ടാവുന്ന മാറ്റം, അല്ലെങ്കിൽ കാലചക്രം മാറിക്കറങ്ങുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ മെൻറ്റാലിറ്റിയിലും മനുഷ്യൻ്റെ ചിന്തകളിലും മനുഷ്യന് ഉണ്ടാവുന്ന മാറ്റം ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാർക്ക് ഇവിടെ നല്ലത് വരുന്നു, നല്ല കാര്യങ്ങൾ വരുന്നും ഉണ്ട് കേട്ടോ. പക്ഷെ വല്ലാത്തൊരു ഡൗൺ സിറ്റുവേഷനിലായിരിക്കും ഈ സമയത്ത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഡിവൈൻ മാത്രമേ ഉള്ളൂ, വേറൊരാളായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇല്ല. റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസും, നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് സിറ്റുവേഷൻസും, രണ്ടുപേരും തമ്മിലുള്ള ചിന്തകളൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന കണക്കായിരിക്കത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിന്തിക്കുന്നത്. രണ്ടുപേരും തമ്മിലൊരു വഴക്ക്, രണ്ടുപേരും തമ്മിലൊരു സംസാരം കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഒരു ക്ഷമയില്ലാത്ത സിറ്റുവേഷൻസ്, സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളിലോട്ട് പോകുന്നു. ഒരാൾക്ക് സ്നേഹം തോന്നുന്ന സമയത്ത് മറ്റൊരാൾക്ക് സ്നേഹം തോന്നുന്നില്ല, എനിക്ക് സ്നേഹം തോന്നാത്ത സമയത്ത് മറ്റൊരാൾക്ക് സ്നേഹം തോന്നുന്നു. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, പഴയ കുറേയധികം കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് റിവീലാവും.
ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് റിവീൽ ആവും. ഒന്നിനും ഒരു എനർജി ഇല്ലാത്തൊരു സിറ്റുവേഷൻസ്, എനർജി പിടിച്ചു വെച്ചിരിക്കുന്ന സിറ്റുവേഷൻസ്, ഡിവൈനായിട്ട് എനർജി പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം, യോഗ ചെയ്യാം, എല്ലാം ചെയ്യും എങ്കിൽ പോലും ഇതിനേക്കാളും നിങ്ങൾക്ക് ബെറ്ററായിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് ആഹാരം കഴിക്കാം, നിങ്ങൾക്ക് നല്ല രീതിക്ക് ട്രാവൽ ചെയ്യാൻ പോകാം, നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്താ പറയുക, യാത്രകൾ ചെയ്യാൻ പോകാം. അതൊക്കെ തന്നെയായിരിക്കും കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാം. ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധ്യത. റിലേഷൻഷിപ്പിലൊക്കെ തേർഡ് പാർട്ടി ആയിട്ട് ഡിവൈൻ്റെ കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം സെക്ഷ്വൽ പരമായിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റിയാൽ ഒരുപാട് ഉപയോഗമായിരിക്കും. കാരണം എനർജി അത്രയും ഡ്രെയിൻ ആക്കുന്ന സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സമയം കാണിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ മേജർലി വരുന്നത്. റിലേഷൻഷിപ്പ് എൻഡ് സിറ്റുവേഷൻസ്, കുറേ റിലേഷൻഷിപ്പ് ഇറങ്ങിയതിന് ശേഷം പുതിയ റിലേഷൻഷിപ്പിൽ കയറിയതിന് ശേഷം അതെന്ത് ചെയ്യും എന്ന് പറഞ്ഞ് രണ്ടൊരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നു. അല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്തത് എന്താണ് എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന ചില സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നു ചില ആൾക്കാരെ സംബന്ധിച്ച്. അങ്ങനെയൊക്കെ കുറേയധികം സംഭവങ്ങൾ. ഒരാൾക്ക് താല്പര്യമുണ്ട്, മറ്റൊരാൾക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ഒരാൾ ആ വ്യക്തിയെ നോക്കി നിൽക്കുന്നു, മറ്റൊരാൾ വേറെ എന്തോ നോക്കി നിൽക്കുന്നു. അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഈ വ്യക്തി വേറെ എന്തൊക്കെയോ സംഭവങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവം. അപ്പം ഇവിടെ കാണിക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർലി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എന്തൊക്കെയോ നെഗറ്റീവ്സോ എന്തൊക്കെയോ ഇഷ്യൂസോ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. ചില ഈഗോ പരമായിട്ടുള്ള സിറ്റുവേഷൻസ്, ചില പൊസസീവ്നെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ചില ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചില ആൾക്കാരുടെ നെഗറ്റിവിറ്റീസ്. അതായത് ചില ആൾക്കാരുടെ നെഗറ്റിവിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ പോലും വിചാരിക്കാത്ത ചില ആൾക്കാർ മൂലം ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. നിങ്ങളുടെ ബേക്കിൽ നിന്നും പണിയുന്ന, നിങ്ങൾ പോലും വിചാരിക്കേണ്ട നിങ്ങളുടെ ബേക്കിൽ നിന്നും പണിയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകുന്ന സമയത്ത് അത് പിടിക്കാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ. അപ്പം നിങ്ങളുടെ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഒരുപാട് പ്രശ്നങ്ങളും ഇഷ്യൂസും ആയിട്ട് പാറ്റയും പല്ലിയും പൂച്ചയും ആയിട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ പിന്നെ നമുക്ക് മനുഷ്യന്മാരെ പറയണ്ടല്ലോ. ആ ഒരു രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് മനുഷ്യന്മാരെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ച് വരും. കാരണം ഈ മനുഷ്യന്മാരായിട്ട് ജനിച്ചത് കൊണ്ട്, നമ്മൾ മനുഷ്യന്മാരായിട്ട് ജനിച്ചത് കൊണ്ട് നമ്മളുടെ അടുത്ത് ഈഗോ തോന്നണം. പല്ലിയും പട്ടിയും പൂച്ചയും വരെ നമുക്ക് കാർമിക്കായിട്ട് വരും നമ്മളെ കൂടെ നിൽക്കുന്നത്. അതുവരെ നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്യണം. നമ്മളെ മനുഷ്യന്മാരായിട്ട് ഡിവൈൻ ജനിപ്പിച്ചത് കൊണ്ട് പല്ലി, പൂച്ച, പാമ്പ് ഇതൊക്കെ എന്തിനാണ് മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന? കാട്ടിലോട്ട് പോകരുത്, മനുഷ്യൻ കാട്ടിലോട്ട് പോകരുത് എന്ന് പറയുന്നത്. കാരണം ചെന്നാൽ കടിച്ച് തിന്ന് കീറി നാശമാക്കി വിടും. എല്ലാത്തിൻ്റെ കയ്യിലും അതിൻ്റേതായിട്ടുള്ള പവറുണ്ട്. പുലിയായാലും പാമ്പായാലും എല്ലാമായാലും അതിൻ്റെ ഈഗോ സെൻസും അതെല്ലാം ഇതുങ്ങൾക്കുണ്ടായിരിക്കും. എല്ലാത്തിനും ഒരു വിഷമുണ്ട്. മനുഷ്യനെ വെറും വേറെന്തിന് ഉറുമ്പിന് വരെ മനുഷ്യനെ നശിപ്പിക്കാനുള്ള പവറുണ്ട്. ചുമ്മാ ഒന്ന് കട്ടുറുമ്പ് ഒന്ന് കടിച്ചിട്ട് പോകും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ഇതിനൊന്നും മനുഷ്യനായിട്ട് ജനിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. ജീവികളാണ്. അതാണ് പറഞ്ഞത്. അവർ തന്നെ പല്ലിയും പൂച്ചയും ആ കാക്കയൊക്കെ ആയിട്ട് വരും. ഓക്കെ. അപ്പം നമുക്ക് എങ്ങനെ മനസ്സമാധാനം തരാണ്ടിരിക്കാനാണ് ഇവരുടെയൊക്കെ ഒരു ഇത്. എങ്ങനെ നമ്മുടെ മനസ്സമാധാനം കളയാം എന്നുള്ളത് തന്നെയാണ്. പിന്നെ മനുഷ്യന്മാരുടെ രൂപത്തിൽ വരും. ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഡിവൈൻ കൈവിടുന്ന ഒരു സെറ്റപ്പായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഞാൻ പറയുന്നില്ലേ, നമ്മൾക്ക് വേണ്ടാത്ത, നമ്മളുടെ ലൈഫിൽ വരാത്ത, നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ചില സംഭവങ്ങളുണ്ട്, ചില സാധനങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. അതൊരിക്കലും വേണ്ട എന്ന് ഡിവൈൻ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ ഡിവൈൻ എടുക്കുന്നു. അല്ലെങ്കിൽ ഏതൊരു എനർജി എടുക്കുന്നു, നമ്മുടെ ഡിവൈൻ സപ്പോർട്ടായിട്ടുള്ള എനർജീസ് എടുക്കുന്നു. അതെന്തിനാണ് അങ്ങനെ എടുക്കുന്നത്? കാരണം അത് നമ്മുടെ ലൈഫിൽ ഒരു ലെസൺ പഠിപ്പിച്ചിട്ട്, ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ട്, ഒരുപാട് അറിവുകൾ തന്നിട്ട് നമ്മളെ വിഷമിപ്പിച്ചിരുത്തും. നമ്മളെ വിഷമിപ്പിച്ചിരുത്തുന്ന സമയത്ത് നമ്മുടെ വിഷമം, അല്ലെങ്കിൽ നമ്മളെ വിഷമം ഡിവൈൻസ് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും. അടുത്തൊരു ടേണിംഗ് പോയിന്റ്, അടുത്തൊരു മാറ്റം, അടുത്തൊരു ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതീവൻ ഒരു വ്യക്തിയായിട്ടാണെങ്കിലും, നമ്മുടെ ലൈഫിൽ എനർജി ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു പാഠമായിട്ടാണെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മളുടെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു. ഇവിടെ 3-4 ടൈം പീരീഡ് ഉണ്ടായിരുന്നു. 1, 2, 3.
ഈ ടൈം പീരീഡിലുള്ള ഗ്ലാസ് മൊത്തം ഇതിൽ നമ്മൾ സാധനങ്ങൾ നിറച്ചു, അത് ഇവിടെ കളഞ്ഞു. ഇനി അടുത്ത് തരാൻ പോകുന്ന ഒരു പാത്രം ഇതാണ്. ഈ ഒരു പാത്രത്തിൽ നിറയ്ക്കേണ്ടതും ഈ ഒരു പാത്രത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതും നമ്മൾ തന്നെയാണ്. അപ്പം അത് നമ്മൾ ചെയ്ത് വിഷമിച്ചിരിക്കാണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ തന്നെ കരിയർ ഗ്രോത്ത് ആക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്കൊരു സക്സസ് ഉണ്ടാവത്തുള്ളൂ ഈ ഒരു സമയം. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലോട്ട് മാത്രം നിങ്ങൾ കൂടുതലും ഇവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. കാരണം കാലചക്രം മാറുന്നതിനനുസരിച്ച് ആൾക്കാർക്കും വ്യത്യാസമുണ്ടാവും, ആൾക്കാരുടെ ലൈഫിലും വ്യത്യാസമുണ്ടാവും, ചില സിറ്റുവേഷൻസിലും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ സാധാ പോകുന്ന പോക്കോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല. ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ സമയം നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ചിലർ പറയുന്നത് എന്താണ്, അതുമാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുക. മൈൻഡിൽ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ഒരുപാട് എനർജി ലോസ് ആവും, ഒരുപാട് ക്ഷമാപരമായിട്ടല്ല ഒരുപാട് ദേഷ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ക്ഷമാപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കും. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സമയമായിട്ടാണ് ഈ ടൈം കാണുന്നത്. ഇത് ഭയങ്കര വാല്യൂ ആയിട്ടുള്ളൊരു ടൈമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാം, നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം, നിങ്ങളുടെ കർമ്മ നിങ്ങൾക്ക് എടുത്തു മാറ്റാം. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി കഴിയും. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്ത് കളയാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്ന് പറയുന്നത് നിങ്ങളെ മജീഷ്യനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഡിവൈൻസ് നോക്കുകയാണ്. നിങ്ങളുടെ ഒരു എവല്യൂഷൻ ഡിവൈൻ കാണാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സമയത്ത് യുക്തി, അതാ ഞാൻ പറഞ്ഞു, ഡിവൈൻസ് നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം, ഏത് മതസ്ഥരായിരിക്കാം, എവിടെയും പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം. പ്രാർത്ഥിക്കേണ്ട വിഗ്രഹം ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്, പണി തരുന്ന വിഗ്രഹവും ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. ഉള്ളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. പുറമേ നോക്കിയാൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾക്ക് ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടും, അതിനുള്ള തീരുമാനം കിട്ടും, അതിനുള്ള ജഡ്ജ്മെൻറ്റ് കിട്ടും, അതിനുള്ള കർമ്മ റിലീസ് ചെയ്ത് പോകാൻ പറ്റും. ഓരോ വഴിയും എന്താണ്, ചില ലൂപ്പുകളിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. ചില സിറ്റുവേഷൻസിൽ ഡൗൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, വിഷമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സക്സസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്താ പറയുക, ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡാർക്ക് നൈറ്റേഴ്സ് ഉള്ള അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഡിവൈൻ സപ്പോർട്ട് തിരിഞ്ഞ് ചില ചിന്തകളും കാര്യങ്ങളും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണാം. ബട്ട് അതെന്തിനാ, അങ്ങനെ ഒരു വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കട്ടെ, നമുക്ക് ഏഞ്ചൽ കാർഡും കൂടെ ജസ്റ്റ് എടുക്കാം. ഏഞ്ചൽ കാർഡ് ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അൺലേക്കിലി ആയിട്ടുള്ള സിറ്റുവേഷൻസോ കാര്യങ്ങളോ നിങ്ങളുടെ ലൈഫിൽ വരത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ വരുന്നത്. ഒരുപാട് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റീസും ഒരുപാട് അബണ്ടൻസും ഫ്യൂച്ചറിൽ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ. അത് നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ടായാലും എനർജി പരമായിട്ടായാലും സംഭവങ്ങളും. ഇത് നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈമിലോട്ട് നിങ്ങളെ നയിക്കുന്നു. നിങ്ങളുടെ ഒരു ടൈം മാറിയതിന് ശേഷം ഈ സിറ്റുവേഷൻസ്, ഈ കഴിഞ്ഞ പാഠം, അല്ലെങ്കിൽ ചിലർക്ക് ഇത് കഴിഞ്ഞതായിരിക്കാം, ചിലർക്ക് ഇനി വരാൻ പോകുന്ന സമയമായിരിക്കും. ഇനി വരാൻ പോകുന്ന ടൈം നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം നിങ്ങളുടെ ലൈഫിൽ വരും. ഇത്രയും നെഗറ്റിവിറ്റി നിങ്ങൾ കേട്ടിട്ട് അത് നിങ്ങൾ മാറ്റി നിർത്തും. പക്ഷേ നിങ്ങൾക്കതിന് ട്രസ്റ്റ് വേണം. ഈ പെർഫെക്റ്റ് ടൈം നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് ട്രസ്റ്റ് വേണം. ആ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടൈമിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഡിവൈൻ എനർജി, നിങ്ങളുടെ ഡിവൈനെ നിങ്ങൾക്ക് വിളിച്ചു വരുത്തി സംസാരിക്കാനുള്ള ആ ഒരു കെൽപ്പ് വേണം. എൻ്റെ കയ്യിൽ മാത്രമേ സാധനമുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ മാത്രമേ സാധനമുള്ളൂ, ഞാൻ അവൻ്റെ അടുത്ത് പോയാലേ രക്ഷപ്പെടുള്ളൂ. അങ്ങനെയല്ല, എല്ലാവരുടെ കയ്യിലും സാധനമുണ്ട്. അതെന്തുകൊണ്ട്, അവൻ മാത്രമാണോ ദൈവം, അല്ലെങ്കിൽ ഞാൻ മാത്രമാണോ ദൈവം, അല്ലെങ്കിൽ ഈ ലോകത്ത് ദൈവം എന്ന് പറയുന്ന സംഭവം മനുഷ്യനില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം എല്ലാവരുടെ കയ്യിലും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാലേ നിങ്ങൾക്ക് മനസ്സമ്മാനം കിട്ടുള്ളൂ, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാലേ നിങ്ങൾക്ക് അത് സംസാരിക്കുമ്പോൾ മനസ്സമ്മാനം കിട്ടുന്നത്. അല്ല, അത് എല്ലാവരുടെ കയ്യിലുണ്ട്. ഞാൻ ഡിവൈനാണ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ മറ്റവനാണ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മറ്റുള്ളമാരും തന്നെയാണ്. അപ്പം അതൊന്നും ഇവിടെ ഒരു ബാധകമായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ല. എല്ലാവരുടെ കയ്യിലും സാധനമുണ്ട്.
മനസ്സിലാവണ്ട. എൻ്റെ കയ്യിലും സാധനമുണ്ട്, നിങ്ങളുടെ കയ്യിലും സാധനമുണ്ട്, എല്ലാവരുടെ കയ്യിലും സാധനമുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈനെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് വേണ്ട മനസ്സമാധാനവും കാര്യങ്ങളും നിങ്ങൾ അതിലോട്ട് ആ ഒരു ഡിവൈനിറ്റിയിലോട്ട് കൂടുതലും കയറാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഓക്കെ ബൈ ഗൈസ്, അടുത്ത ഒരു വീഡിയോയിലോട്ട് കാണാം. ഓക്കെ ബൈ, ടാറ്റ, സീ യു.